സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും നമ്മുടെ നാട്ടിൽ ബലാത്സംഗത്തിന് വിധേയമായി പെടുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ സമൂഹം ഇതിനിരയായി തീരുന്നുണ്ട്. പക്ഷേ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് നിയമമാണ് നമ്മളെ നാട്ടിൽ നിലവിലുള്ളത് എന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യവും ആശങ്കയും ഒക്കെ ഉയരുകയാണ്. എന്താണ് അതിന് കാരണം? അത് എനിക്ക് തോന്നുന്നൊരു പുതിയ പ്രതിഭാസമാണത്. നേരത്തെ തന്നെ ഇതൊക്കെ നടക്കുന്നുണ്ടാവും. ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, പുരുഷന്മാർ വലിയ തോതിൽ ആക്രമിക്കപ്പെടുക, ലൈംഗികമായ കാരണങ്ങളാൽ ആക്രമിക്കപ്പെടുക. ഉദാഹരണത്തിന് ഗേ റിലേഷൻസ് പണ്ട് ഉണ്ടെങ്കിൽ തന്നെ വളരെ സ്വകാര്യമാണ്. ഇന്ത്യയിൽ തന്നെ അത് വളരെ അപൂർവമായിരുന്നു. ഇപ്പോൾ ഗേ റിലേഷൻസ് പ്രത്യേകിച്ച് നമ്മുടെ നഗരം കേന്ദ്രീകരിച്ച് ഈ പുരുഷ ലൈംഗികതയും വിവാഹവും ഒരുമിച്ചുള്ള ജീവിതം, സഹജീവനം, വിവാഹ ജീവിതം ഒക്കെ വളരെ കൂടുതലാണ്. അതിനാണ് നമ്മൾ ഗേ റിലേഷൻസ് എന്ന് പറയുക. അതുപോലെ തന്നെ ഈ വേറൊന്ന് ബൈസെക്ഷൽ, രണ്ടു തരം സ്വഭാവവും പ്രകടിപ്പിക്കുന്ന മനുഷ്യരുണ്ട്. ഇതൊക്കെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസങ്ങളാണല്ലോ. അതുപോലെ തന്നെ ഹീറ്ററോസെക്ഷൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ഈ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിൽ സാധാരണ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ പോലും അവിടെ ഒരു പുരുഷൻ പരാതിക്കാരനായാൽ, ഒരു പുരുഷനെ ബലമായി ആരെങ്കിലും ലൈംഗിക ബന്ധം നിർബന്ധിക്കുകയോ ലൈംഗികമായി ഉപയോഗിക്കുകയോ ലൈംഗികമായി ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്താൽ അങ്ങനെ പരാതി ഉണ്ടല്ലോ. ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന പുരുഷന്മാർക്ക്, ലൈംഗികമായ കാരണങ്ങളാൽ ആക്രമിക്കപ്പെടുന്ന പുരുഷന്മാർക്ക് പരാതിപ്പെടാൻ ഒരു സംവിധാനം ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ്, പണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പുണ്ടായിരുന്നു അതിന്. ഇപ്പം അതില്ല. ഭാരതീയ ന്യായ സംഹിതയിലില്ല. ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൽ ഈ ലൈംഗികമായ അതിക്രമങ്ങൾക്കിരയാകുന്ന പുരുഷന്മാർക്ക് ബലാത്സംഗത്തിന് കേസ് കൊടുക്കാൻ വകുപ്പുണ്ടായിരുന്നത് ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ 377 വകുപ്പായിരുന്നു IPC-യിലെ 377 ആയിരിക്കാം. എന്തായാലും അതിന് സമാനമായൊരു വകുപ്പ് BNS-ൽ ഇല്ല. അതുല്യമായൊരു വകുപ്പ് ആഡ് ചെയ്തിട്ടില്ല. അടിയന്തരമായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അത് ഇപ്പോൾ നമ്മളത് പറയാൻ കാരണം, ഒരു പഠനം നടന്നു ഓൾ ഇന്ത്യ ബേസിൽ, വളരെ ആധികാരികമായൊരു പഠനം. നമ്മുടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറുടെ മേൽനോട്ടത്തിൽ 4 വിദഗ്ധന്മാർ അടങ്ങുന്ന ഒരു പാനൽ വളരെ ഗൗരവമായിട്ടൊരു ഒരു പഠനം നടത്തി ഇന്ത്യ ഒട്ടാകെ. ആ പ്രൊഫസർ പ്രവീൺ കുമാർ പഥക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, JNU-ലെ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 3 കൂട്ടുകാർ, സൂരജ് പാൽ, മർഗൂബ് റഹ്മാൻ, നിഹാരിയ ത്രിപാഠി, 3 കൂട്ടുകാരും ചേർന്ന് 4 പേർ ചേർന്നൊരു സംഘമായിട്ടൊരു പഠനം ഇന്ത്യയിലെ 6 മഹാനഗരങ്ങൾ, 6 വൻകിട നഗരങ്ങളിൽ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് 6 നഗരങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ന്യൂഡൽഹി, മുംബൈ, കൊൽക്കത്ത, പ്രധാനപ്പെട്ട സിറ്റീസ്. പിന്നെ ബംഗളൂരു, നമുക്കറിയാവുന്ന ബംഗളൂരു, അഹമ്മദാബാദ്, ലക്നൗ. ഈ സിറ്റികൾ ഇവർ തിരഞ്ഞെടുത്തത് ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ കൂടുതലായി താമസിക്കുന്ന സിറ്റികൾ എന്ന നിലക്കാണ്. ആ സിറ്റികളിൽ നിന്ന് ഒട്ടാകെ എനിക്ക് തോന്നുന്നു 6 നഗരങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട, സ്വയം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി ഞങ്ങൾ ഹോമോസെക്ഷലാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഗേ റിലേഷൻസിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന, വെളിപ്പെടുത്താൻ ധൈര്യമുള്ള 300 പേരെ തിരഞ്ഞെടുത്ത് ലിസ്റ്റ് ചെയ്തു. ആ 300 പേര് എന്ന് പറയുമ്പോൾ ഒരു നഗരത്തിലെ ആവറേജ് 50 പേരെടുത്തിട്ടുണ്ടാവും. 6 നഗരങ്ങളിലായിട്ട് 300 പേരെ കണ്ടു. ആ 300 പേരുടെ അനുഭവങ്ങൾ അവർ തുറന്നു പറയാൻ തയ്യാറായപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കാരണം ഈ വകുപ്പില്ല എന്ന് കണ്ടപ്പോൾ വലിയ തോതിൽ ഇവർ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഈ പുരുഷന്മാർ ലൈംഗികമായി ആക്രമിക്കപ്പെടുന്നു. ഒന്നുകിൽ അത് വെർബലാകാം, വാക്കുകൊണ്ടാവാം, അല്ലെങ്കിൽ ശാരീരികമായ ആക്രമണമാകാം, കായികമായ ആക്രമണമാകാം, അതുമല്ലെങ്കിൽ ലൈംഗികമായി തന്നെ അവർ വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പുരുഷന്മാർ നേരിടുന്ന ബലാത്സംഗം. ആ ബലാത്സംഗത്തിന് ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പരാതിപ്പെടാൻ വകുപ്പില്ല, കേസില്ല. ഒരു സാധാരണ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ആക്രമിച്ചു എന്ന് പരാതിപ്പെടുകയല്ലാതെ ലൈംഗികമായ ആക്രമത്തിനും ബലാത്സംഗത്തിനും ഉള്ള മുൻഗണന അവർക്ക് കിട്ടുന്നേയില്ല. അതായത് ജൂലൈ 1, 2024 ഈ ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വരുന്നത്. ഇതിന് മുമ്പ് ഏതെങ്കിലും കേസ്, ഈ രീതിയിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന് IPC-യിൽ വകുപ്പുണ്ടായിരുന്നു. ആ വകുപ്പിൽ ചേർത്തിട്ടാണ് ഇപ്പോഴും കേസെടുക്കുക, സെക്ഷൻ 377. പക്ഷേ ഈ ജൂലൈ 1-ന് ശേഷമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ കേസില്ല, അതിന് വകുപ്പില്ല. മാത്രമല്ല അവർക്ക് ന്യായമായ തരത്തിൽ കേസെടുക്കപ്പെടുന്നില്ല, ചേർക്കാനൊരു വകുപ്പില്ല. അതുകൊണ്ട് തന്നെ കേസ് ദുർബലമായി പോകുന്നു. സാധാരണ ഇപ്പോൾ ഞാൻ നിന്നെ ഒന്ന് ആക്രമിച്ചു, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ആക്രമിച്ചു,
അല്ലെങ്കിൽ ഒരു പുരുഷനോ സ്ത്രീയോ വന്ന് ഒരു പുരുഷനെ ആക്രമിച്ചു എന്നുള്ള കേസ് വ്യക്തികൾ തമ്മിലുള്ള കേസായി തീരുകയാണ്. ലൈംഗികമായ കേസിൻ്റെ ഒരു ഗൗരവം അതിന് വരുന്നില്ല. മാത്രമല്ല ഇവരുടെ കണ്ടെത്തലിൽ ഗൗരവമായ ചിലതുണ്ട്. ഗൗരവമായ കണ്ടെത്തൽ എന്താ വെച്ചാൽ, ഒന്ന്, ഇതിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്, ഇപ്പോൾ ഇതിലേറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ഗേസാണ്. എന്ന് വെച്ചാൽ ഈ 80% ഗേ റിലേഷനിൽ ഈ പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്ന ദമ്പതികളായി ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത്. എന്നാൽ അത്രയേറെ അസഹിഷ്ണുതയോടെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് എന്ന് തുറന്നു പറയാൻ തയ്യാറായാൽ അന്ന് മുതൽ അവർ സാമൂഹികമായി ഒറ്റപ്പെടുത്തപ്പെടുന്നു, കായികമായി ആക്രമിക്കപ്പെടുന്നു, ലൈംഗികമായി പോലും അവരെ വലിയ തോതിൽ ഉപയോഗിക്കുന്നു. വേറൊന്നുള്ളത്, ഇപ്പോൾ ബൈസെക്ഷലായ ആളുകളുണ്ട്. എനിക്ക് അങ്ങനെയുണ്ടല്ലോ, വിചിത്രമായൊരു ബന്ധമാണ്. ബൈസെക്ഷലാണ് എന്ന് പറഞ്ഞാൽ ഉഭയലിംഗം, 2 ലിംഗവും ഉള്ളവരാണ് എന്ന് കണ്ടാൽ അവരും നിരന്തരമായി ആക്രമിക്കപ്പെടും. മാനുഷികമായൊരു പരിഗണന അവർക്ക് കിട്ടുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വേറൊന്ന്, ഈ കൂട്ടത്തിൽ ആക്രമിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്നത് കൊൽക്കത്തയിലാണ് കേട്ടോ. കൊൽക്കത്തയിലാണ് 80%. കൊൽക്കത്തയിൽ ഇവർ കണ്ട, അങ്ങനെയാണല്ലോ ഒരു സർവേ നടത്തുക, സ്പെസിമെൻ സർവേ ആണല്ലോ. അപ്പോൾ അവർ കണ്ട് സംസാരിച്ചവരിൽ 80% പേരും ആക്രമണത്തിന് വിധേയമാകുന്നു കൊൽക്കത്തയിൽ. കൽക്കത്തയിൽ 80% ഡൽഹിയിൽ അത് 72%. 72% ഡൽഹിയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ മുംബൈയിലാണ്. മുംബൈയിൽ 60% വരുന്നുണ്ട്. അപ്പോൾ ഈ 3 നഗരങ്ങളാണ്. ഇത് 3 ചില്ലറ നഗരങ്ങളല്ല. കൊൽക്കത്ത, ഡൽഹി, മുംബൈ ഇന്ത്യയിലെ മഹാനഗരങ്ങളാണ്. പിന്നെ നമ്മുടെ മെട്രോ സിറ്റി ബാംഗ്ലൂർ ആണുള്ളത്. അപ്പോൾ ഇതിൽ അതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് തങ്ങളുടെ ലൈംഗികമായ പ്രത്യേകതകൾ വെളിപ്പെടുത്തിക്കൊണ്ട്, പണ്ടത്തെ പോലെ ഒളിച്ച് ജീവിക്കുകയല്ല, പരസ്യമായി ലൈംഗികമായ പ്രത്യേകതകൾ വെളിപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യർ ആക്രമിക്കപ്പെടുന്നു. അതിൽ എപ്പോഴും ആക്രമിക്കപ്പെടുന്നത് പുരുഷന്മാരാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രത്യേകത കൂടി ആ കൂട്ടത്തിലുണ്ട്, അതും കാണേണ്ടതാണ്. ഇതിൽ ഈ ആക്രമിക്കപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് എല്ലാ നഗരങ്ങളിലും 2 കൂട്ടരാണ്. ഒന്ന്, പാവങ്ങൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജാതിപരമായിട്ട്. ഒന്നാമത് സാമ്പത്തികമായി ആക്രമിക്കപ്പെടുന്നത്. സാമ്പത്തികമായി പിന്നോക്കമാണ്, അവൻ പാവപ്പെട്ടവനാണ്, അവൻ കൂലിപ്പണിക്കാരനാണ്, അവൻ ചോട്ടുതൊഴിലാളിയാണ്, എങ്കിൽ അവനെ ഒരു ചവിട്ട് കൂടുതൽ കിട്ടും, അവനാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്. 2, ജാതി. ഏറ്റവും കൂടുതൽ ഇതിലിപ്പോൾ ജാതിയുടെ ഒരു കണക്ക് ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ SC ST വിഭാഗത്തിൽ പട്ടികജാതി പട്ടികവർഗക്കാർ 71% വരും ആക്രമിക്കപ്പെടുന്ന കൂട്ടത്തിൽ. അവർക്ക് എപ്പോഴും കൂടുതലാണ്. പിന്നെ അവരെക്കാൾ കുറച്ച് കൂടുതലാണ് OBC. ജനസംഖ്യയിലും അങ്ങനെ ഉണ്ടല്ലോ. OBC 84%, 84% OBCക്കാരാണ്. ജനറൽ വിഭാഗത്തിൽ എടുത്താൽ 48% ഇവർ കണക്ക്. എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും അവരാണ് ഇത്തരം അതിക്രമങ്ങൾക്ക് വിധേയമാകുന്നത്. അപ്പോൾ ലൈംഗികമായ എന്തെങ്കിലും ബയോളജിക്കലായുള്ള പ്രത്യേകത കൊണ്ട്, മനുഷ്യൻ്റെ ജൈവശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് ഒരു മനുഷ്യാവകാശ പ്രകാരം ഒരുമിച്ച് ജീവിക്കുന്ന പുരുഷനും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിക്കാനാവാത്ത അവസ്ഥയുണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ. ഇതാണ് ചിത്രം. ഇതിൽ ഇവർക്ക് കേസെടുക്കാൻ ഇപ്പോൾ വകുപ്പില്ല. ഇത് ആരാണ് കാണേണ്ടത്, ആരാണ് ചെയ്യേണ്ടത്? ഇന്ത്യ ഗവൺമെൻറ് അടിയന്തരമായിട്ട് BNS ഇത് ഉൾപ്പെടുത്താൻ എന്താണ് വഴി? നിലവിലെ BNS സ്ത്രീ പുരുഷൻ എന്നുള്ളൊരു രീതിയിലാണ് ഈ ബലാത്സംഗത്തെ കാണുന്നത്. ഇവർക്ക് 2 പേർക്കെതിരെ ഈ ഒരു അതിക്രമം ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതിൽ തന്നെ സ്ത്രീകൾക്കാണ് മുൻഗണന എപ്പോഴും. കാരണം ആക്രമത്തിന് ഇരയാകുന്നത് ദുർബലയാണ് സ്ത്രീ എന്ന മട്ടിൽ സ്ത്രീക്ക് എപ്പോഴും പരിഗണന ആവശ്യമുണ്ട്. അത് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതുമാണ്. പക്ഷേ പുരുഷനും തമ്മിലുള്ള ലൈംഗികതയിലോ തുല്യമായി 2 പുരുഷന്മാർക്കും അല്ലേ ആ അവകാശം കൊടുക്കേണ്ടതല്ലേ? ആക്രമിക്കപ്പെടുന്നത് ആരോ, അത് മനുഷ്യാവകാശ ലംഘനമല്ലേ? അങ്ങനെ എടുക്കണം. പുരുഷന്മാരും ബലാത്സംഗത്തിന് ഇരയായി തീരുന്നുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടായി, ജൂലൈയിലാണെന്ന് തോന്നുന്നു. വലിയ രീതിയിൽ ചർച്ചയായതാണ്. 23 വയസ്സുകാരനായ ഒരാൾ ആത്മഹത്യ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടബലാത്സംഗം. 4 പുരുഷന്മാർ കൂടി ഇയാളെ ബലാത്സംഗം ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് ഇയാൾ ആത്മഹത്യ ചെയ്തു. അന്ന് ഈ IPSC ഉള്ള സമയമാണ്. അന്ന് ഈ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രതികൾ വളരെ എളുപ്പത്തിൽ അവർക്ക് ഇറങ്ങി വരാം. നീതി ഈ ഇരയ്ക്ക് കിട്ടില്ല. ഈ കർണാടകയിലെ പ്രജ്വലിന്റെ കേസിലുണ്ടോ അത്? പ്രജ്വലിന്റെ ബ്രദറായിട്ടുള്ള സൂരജ് എന്നോ അങ്ങനെ എന്തോ ആണ് പേര്. അദ്ദേഹത്തിന് നേരെ ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രജ്വലിനെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ കേസ് എടുത്തത്. അന്ന് അത് CIDക്കൊക്കെയാണ് ആ കേസ് കൊടുത്തിരിക്കുന്നത്. അതും ഇതാണോ കേസ്? ഇതാണ് കേസ്.
അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭരണഘടനയിലെ ഈ 14-ാം അനുച്ഛേദമൊക്കെ തുല്യതക്കൊക്കെ അവകാശം നൽകുന്നതാണല്ലോ. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ലംഘനമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ്, യാതൊരു സംശയവുമില്ല. പണ്ട് നമുക്ക് ഇല്ലാത്ത ചില വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകളായിട്ട് നമ്മുടെ ഭരണഘടന അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നർത്ഥം. കാലത്തോടൊപ്പം ലോകത്തോടൊപ്പം നമ്മുടെ പൗരബോധത്തോടൊപ്പം നമ്മുടെ നിയമാവലിയും വളരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പുരുഷന്മാർക്കും ലൈംഗികത ഒരു അവകാശമാണെന്നും, അല്ലെങ്കിൽ പുരുഷന്മാരുടെ മേൽ ആണെങ്കിൽ പോലും ലൈംഗികമായ അതിക്രമം, ശാരീരികമായ അതിക്രമം, ലൈംഗികമായ ഉദ്ദേശത്തോടു കൂടിയുള്ള വാക്കുകളുടെ പ്രയോഗം ഗുരുതരമായ കുറ്റകൃത്യമായി കാണാനും കേസെടുക്കാനും വകുപ്പുണ്ടാവണം.